നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ന് കണ്ടിരുന്നു, ഇനി കാണുമെന്ന് എനിക്ക് വിശ്വാസവുമില്ല. നിങ്ങൾ എന്തിനാ വിജയുടെ വീട്ടിൽ പോയത്? ആര് പോയെന്ന്? ഞാനോ? ഞാൻ കണ്ട കാര്യമായി ചോദിക്കുന്നത്. എന്നാ ഞാൻ ചെയ്യാത്ത കാര്യമായി പറയുന്നേ. ഞാൻ ആരെയും കാണാൻ പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. നിങ്ങൾ ഈ പറയുന്നത് വെറുതെ ആണെന്ന് എനിക്കറിയാം. അർച്ചന പ്ലീസ്, ഞാൻ മനസ്സാ വാച അറിയാത്തൊരു കാര്യത്തിന് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരരുത്. കുറച്ചു ദിവസം മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ ചെയ്തില്ലെങ്കിൽ പോലും പറഞ്ഞു ജയിക്കാൻ വേണ്ടി ഇത് ഞാൻ സമ്മതിച്ചെന്നേനെ. എന്നാലിപ്പോ അങ്ങനല്ല. മറ്റാർക്കും ഒരു ശല്യം ആവരുതെന്ന് കരുതി ഒതുങ്ങിക്കൂടുന്ന എന്നെ പിന്നെയും ഇങ്ങനെ ദ്രോഹിക്കരുത്. അർച്ചന പറയുന്ന ഈ മാനേജറെ എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ആകാമായിരുന്നു. അയാളുടെ കാലിന് എന്താ പറ്റിയെന്നറിയോ നിങ്ങക്ക്? അറിയാം, ഞാനും എന്റെ ആൾക്കാരും ചേർന്ന് തല്ലിയതാ. അതെന്റെ പഴയ ജീവിതത്തിലെ ഒരു സംഭവം മാത്രം. അതിനും കൂടിയാ ഞാൻ ഈശ്വരനോട് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുന്നേ. ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ. അതുകൊണ്ട് അവന്തിയുടെ ഭൂതകാലത്തെ പറ്റി ഒരു സംസാരം വേണ്ട നമുക്ക്. മാനേജർ വിജയുടെ മിസ്സിങ്ങിന് പിന്നിൽ നിങ്ങളാണെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. നല്ല പിള്ള ചമയുമ്പോഴും അവന്തിക പഴയ അവന്തിക തന്നെയെന്ന് എനിക്ക് മനസ്സിലാവുന്നുമുണ്ട്. ഇപ്പൊ നിങ്ങൾ എടുത്തെണിഞ്ഞിരിക്കുന്ന ഈ ചെന്നായയുടെ ആട്ടിൻതോലണിഞ്ഞ വേഷം ഊരി വെപ്പിക്കുന്നുണ്ട് ഞാൻ. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരാളുടെ ജീവിതം തകരരുത്. അങ്ങനെ തകർക്കാൻ ഇറങ്ങിയ നമുക്ക് ജീവിക്കാനുള്ള അർഹതയില്ല. എന്താ, അങ്ങനെയല്ലേ? നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരാളുടെ ജീവിതം തകരരുത്. അങ്ങനെ തകർക്കാൻ ഇറങ്ങിയ പിന്നെ നമുക്ക് ജീവിക്കാനുള്ള അർഹതയില്ല മാനേജറെ. അങ്ങനെയാണ്. ആ മാനേജർ വിജയെ എന്ത് ചെയ്തു എന്നുള്ള എന്റെ ആദ്യത്തെ ചോദ്യത്തിന് കാരണങ്ങളില്ലാത്തൊരു ഞെട്ടൽ നിങ്ങളുടെ മുഖത്തുണ്ടായി. ആ ഞെട്ടലിൽ ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥമാണെങ്കിൽ അവന്തിക കമ്പിയഴി എണ്ണം കാത്തിരുന്നു. അഥവാ അവസാനം നിങ്ങൾക്ക് ജയിൽ ജീവിതം നഷ്ടമാവുമെന്ന് തോന്നിയ ആ അവസരം ഞാൻ ചോദിച്ചു വാങ്ങിക്കും. എന്റെ ഭർത്താവിനും വീട്ടുകാർക്കും സ്വൈര്യമായി ജീവിക്കാൻ ഇനി ആരെങ്കിലും കൊല്ലാനാണ് വിധിയെങ്കിൽ അത് ഞാൻ ചെയ്യും. എന്റെ സച്ചേടിന് വേണ്ടിയാവുമ്പോൾ സന്തോഷത്തോടെ ഞാൻ ചെയ്യും. നിങ്ങളുടെ വാക്ക് കടമെടുത്ത് ഞാൻ പറയാം, നിന്നെ ഞാൻ കൊല്ലും. അതിനി എന്ത് ശിക്ഷ കിട്ടിയാലും ഞാനങ്ങ് സഹിച്ചു. മാനേജറെ കാണാതായതിന് പിന്നിൽ നിങ്ങളുടെ ബുദ്ധിയും സാമർഥ്യമാണെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.